പ്രണയത്തണൽ ഭാഗം 1. രാവിലെ 6 മണി കഴിഞ്ഞപ്പോഴേക്കും നഗരത്തിലെ പ്രധാന പാതകളിൽ ആളനക്കം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വശങ്ങളിലെ മരങ്ങളിൽ നിന്നും വീഴുന്ന ഉണങ്ങിയ ഇലകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പൂർണിമ തൻ്റെ സ്കൂട്ടർ മുന്നോട്ട് തിരിച്ചു. തണുത്ത കാറ്റ് അവളുടെ മുഖത്തേക്ക് വന്നടിക്കുമ്പോഴും ഉള്ളിലെ ചെറിയൊരു അസ്വസ്ഥത അലിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ആ നഗരത്തിലെ ഏറ്റവും ശാന്തമായ 1-2 റോഡുകളിൽ ഒന്നായിരുന്നു അത്. ഇരുവശത്തും വലിയ വലിയ മരങ്ങളും പഴയ മോഡൽ വീടുകളും മാത്രം. കോളേജിലേക്കുള്ള തിരക്കുകൾ തുടങ്ങുന്നതിന് മുൻപ് ഈയൊരു യാത്ര അവൾക്ക് എന്നും നിർബന്ധമായിരുന്നു. മനസ്സ് നിറയെ എന്തൊക്കെയോ ചിന്തകൾ കയറിക്കൂടുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളിലെ സംഘർഷങ്ങൾ താങ്ങാൻ വയ്യാതാകുമ്പോൾ ഈയൊരു കാറ്റും യാത്രയുമാണ് പൂർണിമയ്ക്ക് ആശ്വാസം നൽകുന്നത്. പൂർണിമ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയാണ്. വലിപ്പച്ചെറുപ്പത്തിൻ്റെയോ പണത്തിൻ്റെയോ അഹങ്കാരങ്ങളൊന്നും തൊട്ടു തീണ്ടാത്ത, തൻ്റെ പഠനവും കുടുംബവും മാത്രം നോക്കി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അച്ഛൻ നഷ്ടപ്പെട്ട കുടുംബത്തിൽ അമ്മയ്ക്കും അനിയത്തിക്കും തണലായി നിൽക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമാണെന്ന് അവൾ എപ്പോഴും ഓർക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അനാവശ്യമായ സുഹൃത്തുക്കളോ പ്രേമങ്ങളോ ഒന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. അതിനുള്ള സമയം കണ്ടെത്തിയിരുന്നതുമില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവളുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി കയറി വന്ന ഒരേയൊരു പേര് മാധവ് എന്നായിരുന്നു. മാധവ്. കോളേജിലെ എല്ലാവർക്കും അവനെ അറിയാം. വലിയ വ്യവസായി പരമേശ്വരൻ്റെ മകൻ. നല്ല കഴിവും ബുദ്ധിയുമുള്ള പയ്യൻ. എന്നാൽ ആരെയും കൂട്ടാത്ത ഒരു പ്രത്യേക സ്വഭാവക്കാരൻ. കോളേജിലെ പെൺകുട്ടികളുടെയൊക്കെ ഒരു സ്വപ്ന സാന്നിധ്യമായിരുന്നു അവൻ. പക്ഷേ മാധവിൻ്റെ കണ്ണുകൾ തടഞ്ഞത് പൂർണിമയിലായിരുന്നു. അവളുടെ ആ ശാന്തതയും ആരോടും അനാവശ്യമായി സംസാരിക്കാത്ത സ്വഭാവവും തന്നോട് കാണിക്കുന്ന ആ അകൽച്ചയുമാണ് മാധവിനെ അവളിലേക്ക് അടുപ്പിച്ചത്. അവൻ പലതവണ അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ ശ്രമിച്ചു. എന്നാൽ ഓരോ തവണയും പൂർണിമ വളരെ വ്യക്തമായി തന്നെ അവനെ ഒഴിവാക്കി. പണക്കാരനായ ഒരു പയ്യൻ്റെ താൽക്കാലികമായി ഒരു തോന്നിവാസം മാത്രമായിരിക്കും ഇത് എന്നായിരുന്നു അവളുടെ ധാരണ. അന്ന് രാവിലെ സ്കൂട്ടർ മുന്നോട്ട് ഓടിക്കുമ്പോഴും പൂർണിമയുടെ മനസ്സിൽ ഇന്നലെ കോളേജിൽ വെച്ച് നടന്ന കാര്യങ്ങളായിരുന്നു. കോളേജ് ലൈബ്രറിയുടെ പുറകിലെ വിജനമായ വഴിയിൽ വെച്ചാണ് മാധവ് അവളെ തടഞ്ഞു നിർത്തിയത്. പൂർണിമ, എന്തിനാ നീ എന്നിൽ നിന്നും ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഞാൻ നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നീ എന്നിൽ നിന്നും ഓടി ഒളിക്കുകയാണല്ലോ. അവൻ വളരെ ഗൗരവത്തോടെ ചോദിച്ചു. മാധവ്, എനിക്ക് എന്നെയും എൻ്റെ പഠനത്തെയും കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ കാണിക്കുന്ന അനാവശ്യ വാശികളൊന്നും എൻ്റെ അടുത്ത് നടപ്പില്ല. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ പറഞ്ഞു. ഇത് വാശിയല്ല പൂർണിമ, എനിക്ക് നിന്നോടുള്ള ഇഷ്ടമാണ്. അത് തിരിച്ചറിയാൻ നിനക്ക് എന്ന് സാധിക്കുമോ അന്നേ ഞാൻ നിന്നെ ശല്യം ചെയ്യുന്നത് നിർത്തൂ. അവൻ അവളുടെ തൊട്ടടുത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ആ സാമീപ്യം അവളെ അല്പം പതറിപ്പിച്ചുവെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ അവനെ മറികടന്നു നടന്നുപോയി. ആ ഓർമ്മകളുടെ അസ്വസ്ഥതയിൽ നിന്നാണ് പൂർണിമ റിയൽ വ്യൂ മിററിലേക്ക് നോക്കിയത്. അവളുടെ തൊട്ടു പിന്നിലായി ഒരു കറുത്ത സെഡൻ കാർ വരുന്നുണ്ടായിരുന്നു. സാധാരണമായി ആ റോഡിൽ അത്രയും വേഗത്തിൽ വണ്ടികൾ വരാറില്ല. പൂർണിമ തൻ്റെ സ്കൂട്ടർ റോഡിൻ്റെ ഏറ്റവും ഇടതുവശത്തേക്ക് ഒതുക്കി കൊടുത്തു. എന്നാൽ പുറകിലെ കാർ ഹോൺ അടിക്കാതെ തന്നെ അവളുടെ സ്കൂട്ടറിന് തൊട്ടടുത്തെത്തി. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. കാർ അവളെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇടതുവശത്തേക്ക് തിരിച്ചു. കാറിൻ്റെ പിൻഭാഗത്തെ ബമ്പർ പൂർണിമയുടെ സ്കൂട്ടറിൻ്റെ ഹാൻഡിലിൽ ശക്തമായി തട്ടി. അയ്യോ! പൂർണിമയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. സ്കൂട്ടർ സൈഡിലേക്ക് മറിഞ്ഞു. അവൾ റോഡരികിലെ മൺതിട്ടയിലേക്കും ചെറിയ പുൽക്കാട്ടുകളിലേക്കും തെറിച്ചു വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ തല വശത്തുള്ള ചെറിയൊരു കല്ലിൽ ചെന്നിടിച്ചു. കൺമുന്നിൽ ഇരുട്ട് കയറുന്നതിനിടയിലും അവൾ ആ കാറിനെ തന്നെ നോക്കി. നിർത്താതെ അതിവേഗത്തിൽ പാഞ്ഞു പോകുന്ന ആ കറുത്ത കാറിൻ്റെ നമ്പർ പ്ലേറ്റിലെ അവസാന അക്കങ്ങൾ അവളുടെ മനസ്സിൽ വ്യക്തമായി പതിഞ്ഞു. KL01 CB 404. അത് മാധവിൻ്റെ കാറായിരുന്നു. കഴിഞ്ഞ ആഴ്ച കോളേജിൽ വെച്ച് അവൻ പുതിയ കാർ എടുത്തുവെന്ന് കൂട്ടുകാരോട് പറയുന്നത് അവൾ കേട്ടതാണ്. കണ്ണുകൾ അടയുന്നതിന് തൊട്ടു മുൻപ് പൂർണിമയുടെ മനസ്സിൽ കടുത്ത വെറുപ്പ് നിറഞ്ഞു. താൻ വഴങ്ങിയില്ല എന്നൊരൊറ്റ കാരണത്താൽ എന്നെ ഇല്ലാതാക്കാൻ നോക്കിയതാണോ അവൻ? പ്രണയമെന്ന് പറഞ്ഞു നടന്നത് ഇതിനാണോ എന്ന ചിന്തയോടെ അവൾ പൂർണ്ണമായും ബോധരഹിതയായി. പൂർണിമ കണ്ണുകൾ തുറക്കുമ്പോൾ ചുറ്റും വെള്ളച്ചായമടിച്ച ഭിത്തികളും മെഡിക്കൽ മണവുമായിരുന്നു.
തലയിൽ വല്ലാത്തൊരു ഭാരവും വേദനയും തോന്നി. അവൾ മെല്ലെ തല ഉയർത്തി നോക്കി. മുറിയുടെ ഒരറ്റത്ത് ജനലിനടുത്ത് വിഷമത്തോടെ നിൽക്കുന്ന അമ്മയെയും കൂട്ടുകാരി ദിയയെയുമാണ് അവൾ കണ്ടത്. അമ്മേ, അവൾ വളരെ താഴ്ന്ന ശബ്ദത്തിൽ വിളിച്ചു. അമ്മ പെട്ടെന്ന് ഓടി അവൾക്കരികിലേക്ക് വന്നു. മോളെ, കണ്ണു തുറന്നോ? ദൈവമേ, എന്തു പറ്റിയതാ മോളെ നിനക്ക്? റോഡിൽ കിടന്ന നിന്നെ അവിടെയുള്ള ആരോ ആണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സാരമില്ല അമ്മേ, ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാ. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അവൾ അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ദിയ അവളുടെ കയ്യിൽ പതുക്കെ തൊട്ടു. പൂർണിമ, നിന്നെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ആ വണ്ടി ഏതാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പോലീസ് വന്ന് ചോദിച്ചിരുന്നു. ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവുകയാണ്. പൂർണിമ ഒരു നിമിഷം മൗനമായിരുന്നു. അവളുടെ മനസ്സ് പുകയുന്നുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ദിയ, അത് മാധവിന്റെ കാറായിരുന്നു. KL01 CB 404. ദിയ ഞെട്ടലോടെ പൂർണിമയെ നോക്കി. എന്ത്? മാധവിന്റെ വണ്ടിയോ? അവനത്രയ്ക്ക് ക്രൂരനായിരുന്നോ? അതേസമയം മുറിയുടെ വാതിലിന് പുറത്ത് ഒരാൾ തറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മാധവ് ആശുപത്രിയിൽ പൂർണിമയെ പ്രവേശിപ്പിച്ചു എന്നറിഞ്ഞ് ഓടിയെത്തിയതായിരുന്നു അവൻ. ദിയയോട് പൂർണിമ പറയുന്നത് അവൻ വ്യക്തമായി കേട്ടു. അവന്റെ മുഖത്ത് വല്ലാത്തൊരു ആഘാതം നിഴലിച്ചു. അവൻ പെട്ടെന്ന് തന്റെ ഫോണെടുത്ത് അനിയത്തി മാളവികയെ വിളിച്ചു. മാളവിക, നീ രാവിലെ എവിടേക്കായിരുന്നു പോയത്? എന്റെ കാറുമായി നീ എങ്ങോട്ടാണ് പോയത്? മാധവ് പല്ലിറുമിക്കൊണ്ട് ചോദിച്ചു. മറുതലയ്ക്കിൽ മാളവിക പതറി. അത് ഏട്ടാ, ഞാൻ രാവിലെ കൂട്ടുകാരുടെ വീട്ടിൽ പോകാൻ കാറെടുത്തിരുന്നു. നീ ആരെയാണ് റോട്ടിൽ ഇടിച്ചു വീഴ്ത്തിയത് എന്ന് നിനക്കറിയോ? പൂർണിമയെ. നിനക്കെന്താ മാളവിക, വട്ടാണോ? എന്തിനാ നീ ഇത് ചെയ്തത്? മാധവിന്റെ ശബ്ദമുയർന്നു. ഏട്ടാ, അത് അവൾ ഏട്ടനെ കോളേജിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് കളിയാക്കി സംസാരിച്ചത് ഞാൻ കേട്ടതാണ്. ഏട്ടനെ പോലെ ഒരാളെ അവൾ തള്ളി പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല. ഞാൻ അവളെയൊന്ന് പേടിപ്പിക്കാൻ മാത്രം നോക്കിയതാ. വണ്ടി തട്ടുമെന്ന് ഞാൻ കരുതിയില്ല. മാളവിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിന്റെ ഈ വിഡ്ഢിത്തരം കൊണ്ട് തകർന്നത് എൻ്റെ ജീവിതമാണ് മാളവിക. മാധവ് ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. സത്യം ഇതായിരുന്നു. മാധവിന് പൂർണിമയോടുള്ള സ്നേഹം കണ്ട് അത് സഹിക്കാതെ അവൻ്റെ അനിയത്തി മാളവിക ചെയ്ത അബദ്ധമായിരുന്നു ആ അപകടം. എന്നാൽ പൂർണിമയുടെ കണ്ണിൽ കുറ്റക്കാരൻ മാധവ് മാത്രമായിരുന്നു. തന്നോട് മാധവ് കാണിച്ച സ്നേഹം അത്രയും വെറും അഭിനയമായിരുന്നു എന്നും താൻ വഴങ്ങാത്തതിലുള്ള പക വീട്ടിയതാണെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു. വൈകുന്നേരത്തോടെ അമ്മയെയും ദിയയെയും നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചു പൂർണിമ. രാത്രിയിൽ കാണാമെന്ന് പറഞ്ഞ് അവർ പോയി. ഡോക്ടർ നൽകിയ മരുന്നിന്റെ ശക്തിയിൽ പൂർണിമ പകുതി മയക്കത്തിലായിരുന്നു. മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. പൂർണിമ മെല്ലെ കണ്ണുകൾ തുറന്നു. വാതിൽക്കൽ മാധവ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അകത്തേക്ക് കയറി വാതിലടച്ചു. അവനെ കണ്ടതും പൂർണിമയുടെ കണ്ണുകളിൽ ക്രോധം ഇരച്ചു കയറി. താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ കൊന്നു തീർക്കാൻ വന്നിരിക്കുവാണോ? തനിക്ക് തൃപ്തിയായില്ലേ? മാധവ് ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ നടന്നു വന്ന് അവളുടെ കട്ടിലിന്റെ അരികിലുള്ള കസാരയിലിരുന്നു. അവന്റെ മുഖത്ത് വല്ലാത്തൊരു തളർച്ചയും സങ്കടവും ഉണ്ടായിരുന്നു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. മിണ്ടരുത് മാധവ്. താൻ എനിക്ക് തന്ന ഈ മുറിവ് കണ്ടോ? അവൾ തൻ്റെ തലയിലെ ബാൻഡേഡിലേക്ക് വിരൽ ചൂണ്ടി. താനൊരു രാക്ഷസനാണ്. എന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ് നടന്നത് ഇതിനാണല്ലേ? ഞാൻ തൻ്റെ കളിപ്പാവയാവാൻ തയ്യാറല്ല എന്ന് കേട്ടപ്പോൾ കൊല്ലാൻ നോക്കിയതാണല്ലേ? മാധവ് പതിയെ കൈകൾ നീട്ടി അവളുടെ വശങ്ങളിൽ ചേർത്ത് വെച്ചു. പൂർണിമ, ഒന്ന് ശാന്തയാക്. നിന്റെ തലയ്ക്ക് വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ താൻ ആശങ്കപ്പെടേണ്ടതില്ല. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ മാധവ് അവളിൽ നിന്നും ഒരടി പോലും പിന്നോട്ടേക്ക് മാറിയില്ല. അവൻ കട്ടിലേക്ക് കുറച്ചുകൂടി അടുത്തിരുന്നു. അവൻ്റെ ഭാവം പതുക്കെ മാറി. കടുത്ത സങ്കടവും അതിലേറെ പ്രണയവും നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ നോക്കി. പൂർണിമ, നീ വിചാരിക്കും പോലെ ഞാനല്ല ആ വണ്ടി ഓടിച്ചത്. പക്ഷേ അതെൻ്റെ കാറായിരുന്നു എന്നതും എൻ്റെ അനിയത്തി കാരണമാണ് നിനക്കിത് സംഭവിച്ചതെന്നും സത്യമാണ്. അതിന് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. അവൻ്റെ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നു. അനിയത്തിയോ? കൊള്ളാം, നല്ല കഥ. താനുണ്ടാക്കിയ കഥകൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇറങ്ങിപ്പോ എൻ്റെ മുന്നിൽ നിന്നും. അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. മാധവ് അവളുടെ മുഖത്തേക്ക് അല്പം കൂടി ചാഞ്ഞു. അവൻ തൻ്റെ വലതു കൈ ഉയർത്തി അവളുടെ താടിയിൽ പിടിച്ച് പതുക്കെ തൻ്റെ നേരെ തിരിച്ചു. അവൻ്റെ വിരലുകളുടെ സ്പർശനം തട്ടിയപ്പോൾ പൂർണിമയുടെ ശരീരത്തിൽ ഒരു വൈദ്യുതി പ്രവാഹം പോലെ എന്തോ ഒന്ന് കടന്നുപോയി. മാധവ് വിട്. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ മാധവ് അവളുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് കട്ടിലിൽ ഉറപ്പിച്ചു. അവൾക്ക് അനങ്ങാൻ കഴിയാത്ത വിധം അവളിലേക്ക് അമർന്നു. അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് തൊട്ടടുത്തെത്തിയിരുന്നു.
അവൻ്റെ ചൂടുള്ള ശ്വാസം അവളുടെ ചുണ്ടുകളിൽ തട്ടിപ്പതറി. നീ എന്തിനാ എന്നെ ഇത്രയധികം വെറുക്കുന്നത് പൂർണിമ? അവൻ വളരെ ആർദ്രമായി ചോദിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ മനസ്സിൽ നിന്നോടുള്ളത് എന്താണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? എനിക്കൊന്നും അറിയണ്ട. താൻ എന്നെ വിട്. അവളുടെ ശബ്ദം ഇടറിപ്പോയി. അവൻ്റെ ആ സാമീപ്യം അവളെ വല്ലാതെ പതറിക്കുകയായിരുന്നു. ദേഷ്യം അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കണ്ണുകളിലെ പ്രണയത്തിൽ ആഴം അവളെ തളർത്തി. മാധവ് അവളുടെ കൈകളിലെ പിടി അല്പം അയച്ചു. പകരം അവൻ തൻ്റെ വിരലുകൾ അവളുടെ കൈവിരലുകളിലേക്ക് കോർത്തുവെച്ചു. തണുത്തു മരവിച്ച അവളുടെ കൈവിരലുകളിലേക്ക് അവൻ്റെ കൈയിലെ ചൂട് പടർന്നു. അവൻ പതുക്കെ കുനിഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ മെല്ലെ മുട്ടി. പൂർണിമ അറിയാതെ കണ്ണുകൾ അടച്ചുപോയി. ഒരു വിറയൽ അവളുടെ ശരീരത്തിലൂടെ പാഞ്ഞുപോയി. മാധവ് വേണ്ട, അവൾ പതുക്കെ പിറുപിറുത്തു. എന്നാൽ മാധവ് നിർത്താൻ തയ്യാറായിരുന്നില്ല. അവൻ അവളുടെ കവിളിൽ നിന്നും ചുണ്ടുകൾ പതുക്കെ നീക്കി. കണ്ണീരു കാരണം ഈറനണിഞ്ഞ അവളുടെ താഴത്തെ കൺപോളകളിൽ മൃദുവായി ചുംബിച്ചു. അവൻ്റെ ചുണ്ടുകളുടെ ആർദ്രമായ സ്പർശനം പൂർണിമയുടെ ഉള്ളിലെ എല്ലാ പ്രതിരോധങ്ങളെയും അലിയിച്ചു കളയുന്നത് പോലെ അവൾക്ക് തോന്നി. ഞാൻ നിന്റെ ശരീരത്തെയല്ല സ്നേഹിച്ചത് പൂർണിമ, നിന്റെ ആ മനസ്സിനെയാണ്. നീ എന്നെ വെറുത്താലും എന്നെ പോലീസിൽ പിടിച്ചു കൊടുത്താലും എനിക്ക് നിന്നോടുള്ള ഈ ഇഷ്ടം അവസാനിക്കില്ല. അവൻ അവളുടെ കാതോരം സ്വകാര്യം പോലെ പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിലെ വിറയലും സത്യസന്ധതയും പൂർണിമയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ പതുക്കെ അവളുടെ നെറ്റിയിലേക്ക് തൻ്റെ ചുണ്ടുകൾ അമർത്തി. വളരെ സമയം അവൻ ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. ആ നിമിഷത്തിൽ അവർക്കിടയിൽ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. കേൾക്കാമായിരുന്നത് അവരുടെ രണ്ടുപേരുടെയും വേഗത്തിലുള്ള ഹൃദയമിടിപ്പുകൾ മാത്രമായിരുന്നു. അവൻ പതുക്കെ തല ഉയർത്തി അവളെ നോക്കി. പൂർണിമ കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു പതർച്ചയും സംശയവുമായിരുന്നു. നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും സാരമില്ല, പക്ഷേ എന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും എറിഞ്ഞു കളയാൻ ഞാൻ സമ്മതിക്കില്ല, മാധവ് അവളുടെ കൈകളിൽ ഒന്നുകൂടി അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പതുക്കെ എഴുന്നേറ്റു. വാതിലിനടുത്ത് നടക്കുമ്പോഴേക്കും അവൻ തിരിഞ്ഞു നോക്കി. പൂർണിമ ഒന്നും മിണ്ടാതെ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു. അവളുടെ കൈവിരലുകളിൽ ഇപ്പോഴും അവൻ്റെ സ്പർശനത്തിൻ്റെ ചൂടുണ്ടായിരുന്നു. മാധവ് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. വാതിലടഞ്ഞ ശബ്ദം കേട്ടപ്പോൾ പൂർണിമ പതുക്കെ തൻ്റെ നെറ്റിയിൽ തൊട്ടുനോക്കി. അവിടെ മാധവ് നൽകിയ ചുംബനത്തിൻ്റെ ചൂട് ഇപ്പോഴും മാഞ്ഞിരുന്നില്ല. താൻ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൻ പറഞ്ഞത് സത്യമാണോ, അതോ അവൻ വീണ്ടും തന്നിൽ ഒരു മായാജാലം തീർക്കുകയാണോ? എന്തിനാണ് അവൻ ഇങ്ങനെ തന്നിലേക്ക് അടുത്തു വരുന്നതെന്ന് അവളുടെ മനസ്സ് ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളിൽ കിടന്നു പിടഞ്ഞു. പുറത്ത് രാത്രിയുടെ നിശബ്ദത കനത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നിശബ്ദതയിൽ പൂർണിമയുടെ മനസ്സ് മാധവ് എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങി. അവരുടെ പ്രണയത്തിൻ്റെ, സംശയങ്ങളുടെ, വേദനകളുടെ പുതിയൊരു അധ്യായം അവിടെ തുടങ്ങിയിരുന്നു. തുടരും. നിഴലിലൊരു പ്രണയത്തണൽ, ഭാഗം 2. ആശുപത്രി മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ പൂർണിമ ഏകാന്തയായി കിടന്നു. കാതിലെപ്പോഴും മാധവിൻ്റെ ഇടറിയ ശബ്ദവും കാതോരമായി അവൻ പറഞ്ഞുപോയ വാക്കുകളും മുഴങ്ങിക്കൊണ്ടിരുന്നു. നെറ്റിയിൽ അവൻ നൽകിയ ആർദ്രമായ ചുംബനത്തിൻ്റെ ചൂട് മാഞ്ഞിട്ടില്ല. തന്നിൽ കടുത്ത വെറുപ്പും അമർഷവും വളർത്താൻ ശ്രമിക്കുമ്പോഴും അവൻ്റെ ആ നിമിഷത്തെ സ്പർശനമുള്ളിൽ അവളുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് സത്യമാണോ, അതോ തൻ്റെ ദേഷ്യം തണുപ്പിക്കാൻ അവൻ കെട്ടിച്ചമച്ച ഒരു കഥയാണോ ഇത്? ചിന്തകൾ കാടുകയറിയപ്പോൾ തലച്ചോറിൽ കടുത്ത വേദന പടർന്നു. അവൾ പതുക്കെ കണ്ണുകളടച്ചു. പിറ്റേന്ന് രാവിലെ നേരം പുലർച്ചെയായപ്പോൾ തന്നെ ദിയ മുറിയിലേക്ക് കടന്നു വന്നു. അവളുടെ കയ്യിൽ ചൂടുള്ള കോഫിയും പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. പൂർണിമ, ഇപ്പോൾ തലവേദന കുറവുണ്ടോ? ദിയ അവളുടെ അരികിലിരുന്ന് നെറ്റിയിൽ കൈവച്ചു നോക്കി. കുഴപ്പമില്ല ദിയ, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പൂർണിമ പതുക്കെ എഴുന്നേറ്റിരുന്നു. ഇന്നലെ രാത്രി അവൻ വന്നിരുന്നോ? ദിയയുടെ സ്വരത്തിൽ ജിജ്ഞാസയും ആശങ്കയും ഉണ്ടായിരുന്നു. പൂർണിമ മെല്ലെ തലയാട്ടി. അവൻ വന്നു. പക്ഷേ എന്താ പൂർണിമ? അവൻ നിന്നോട് മാപ്പപേക്ഷിച്ചോ? ആ കാർ ഓടിച്ചത് അവനല്ലെന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞോ? ദിയ ദേഷ്യത്തോടെ ചോദിച്ചു. അവൻ പറഞ്ഞത് ആ കാർ ഓടിച്ചത് അവൻ്റെ അനിയത്തി മാളവികയാണെന്നാണ്. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പൂർണിമ വശങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ അത് വിശ്വസിച്ചോ? ദിയ ശബ്ദം ഉയർത്തി. പൂർണിമ, അവനൊരു പണക്കാരൻ്റെ മകനാണ്. സ്വന്തം തെറ്റ് മറച്ചു വെക്കാൻ അനിയത്തിയുടെ തലയിൽ ഇടുന്നതാണെങ്കിലോ അവൻ നിന്നെ വീണ്ടും വീണ്ടും പറ്റിച്ച് കളിപ്പിക്കുന്നതായിരിക്കും. നീ ഈ കെണിയിൽ വീഴരുത്.
നമ്മൾ പോലീസിൽ കേസ് കൊടുക്കുക തന്നെ ചെയ്യും. ദിയയുടെ വാക്കുകൾ കേട്ടപ്പോൾ പൂർണിമയുടെ ഉള്ളിൽ വീണ്ടും സംശയത്തിന്റെ വിത്തുകൾ മുളപൊട്ടി. മാധവിന്റെ കണ്ണുകളിൽ കണ്ടത് പ്രണയമായിരുന്നോ, അതോ തന്നെ സ്വാധീനിക്കാനുള്ള തന്ത്രമായിരുന്നോ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവളുടെ മനസ്സിനെ വീണ്ടും അസ്വസ്ഥമാക്കി. 2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം പൂർണിമ ഡിസ്ചാർജായി വീട്ടിലേക്കെത്തി. ഡോക്ടർമാർ കുറച്ച് ദിവസത്തെ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും കോളേജിലെ ക്ലാസുകൾ മുടങ്ങുമെന്ന പേടിയിൽ അടുത്ത ആഴ്ച തന്നെ അവൾ കോളേജിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപകടത്തിന്റെ പാടുകൾ മാഞ്ഞിരുന്നെങ്കിലും പൂർണിമയുടെ മനസ്സ് മാറിയിരുന്നില്ല. കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് നടക്കുമ്പോൾ കുട്ടികളുടെ നോട്ടം മുഴുവൻ അവളുടെ നേർക്കായിരുന്നു. മാധവിന്റെ കാറിടിച്ചാണ് അവൾ അപകടം പറ്റിയതെന്ന വാർത്ത കോളേജിൽ പരന്നിരുന്നു. എന്നാൽ പോലീസ് കേസ് ആകാതിരിക്കുന്നതും മാധവ് ആ തുക മുഴുവൻ നൽകി അവളെ സഹായിച്ചതുമാണ് എന്ന രീതിയിലായിരുന്നു പ്രചരിച്ചിരുന്ന കിംവദന്തികൾ. അത് പൂർണിമയിൽ കൂടുതൽ അമർഷമുണ്ടാക്കി. ലൈബ്രറിക്ക് മുൻപിലെ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് മാധവ് അവളുടെ മുന്നിലേക്ക് വന്നു മറഞ്ഞു. കറുത്ത ഷർട്ടും ജീൻസുമാണ്. കണ്ണുകളിൽ വല്ലാത്തൊരു വിഷാദമുണ്ടായിരുന്നു. ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ലെന്ന് അവന്റെ കണ്ണുകളിലെ കറുത്ത പാടുകൾ വിളിച്ചോതി. പൂർണിമ, അവൻ പതുക്കെ വിളിച്ചു. അവൾ അവനെ പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. എന്നാൽ മാധവ് അവളുടെ വഴി തടഞ്ഞു നിന്നു. മാധവ്, വഴിയിൽ നിന്ന് മാറ്, ആളുകൾ നോക്കുന്നുണ്ട്. അവൾ താഴ്ന്ന ശബ്ദത്തിലെങ്കിലും ദേഷ്യത്തോടെ പറഞ്ഞു. നോക്കട്ടെ, എനിക്ക് ആരെയും ഒളിക്കാനൊന്നുമില്ല. അവൻ ശാന്തമായി പറഞ്ഞു. നിന്റെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? ക്ലാസ്സിൽ വരാൻ മാത്രം ആയോ? കുറച്ചുകൂടി വീട്ടിൽ വിശ്രമിക്കാമായിരുന്നു. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. തൻ്റെ സഹതാപമോ അന്വേഷണമോ എനിക്ക് ആവശ്യമില്ല. ദയവ് ചെയ്ത് എൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കൂ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ പറഞ്ഞു. ഇത് സഹതാപമല്ല പൂർണിമ, ഇഷ്ടമാണ്. എത്ര തവണ പറഞ്ഞാലാണ് നിനക്ക് മനസ്സിലാവുക? അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആർദ്രത നിറഞ്ഞു. അവൻ പതുക്കെ അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. ആളുകൾ അടുത്തുണ്ടായിരുന്നെങ്കിലും അവനത് കാര്യമാക്കിയില്ല. അവൻ അവളെ വലിച്ച് അടുത്തുള്ള വിജനമായ സ്റ്റെയർ കേസിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി. മാധവ്, എന്താ ഈ കാണിക്കുന്നത്? വിടെന്നെ. അവൾ കുതറാൻ ശ്രമിച്ചു. എന്നാൽ മാധവ് അവളെ ചുവരോട് ചേർത്ത് നിർത്തി. അവന്റെ 2 കൈകളും അവളുടെ ഇരുവശത്തുമായി ചുവരിൽ അമർന്നു. അവളുടെ മുന്നിൽ അവനൊരു കടമ്പയായി നിന്നു. അവനിലെ പൗരുഷവും അവൻ ഉപയോഗിച്ചിരുന്ന സുഗന്ധവും അവളെ നാസാരന്ധ്രങ്ങളിലേക്ക് പടർന്നു കയറി. നിനക്കെന്നോട് ദേഷ്യപ്പെടാൻ പൂർണിമ, പക്ഷേ എന്നെ കണ്ടില്ലെന്ന് നടിക്കരുത്. അതെന്റെ നെഞ്ചിൽ ഒരു വലിയ മുള്ളുപോലെ തറയ്ക്കുന്നുണ്ട്. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തുടനീളം ഒഴുകി നടന്നു. താൻ എന്നെ വെറുതെ വിട്ടേക്ക് മാധവ്. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. താൻ കാരണം എനിക്കൊരു അപകടം പറ്റി. താൻ കാരണം കോളേജിൽ പലരും എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നു. ഇതിലും വലിയ എന്തുപദ്രവമാണ് തനിക്കിനി എന്നോട് ചെയ്യാനുള്ളത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ കണ്ണീർ തുള്ളികൾ ഒഴുകിയിറങ്ങിയത് കണ്ടതും മാധവിന്റെ ഭാവം മാറി. അവൻ പതുക്കെ തന്റെ വിരലുകൾ ഉയർത്തി അവളുടെ കവിളിലെ കണ്ണുനീർ തുള്ളികൾ പതുക്കെ തുടച്ചു മാറ്റി. അവന്റെ ചൂണ്ടുവിരലിന്റെ സ്പർശനം അവളുടെ ചർമ്മത്തിൽ തട്ടിയപ്പോൾ പൂർണിമയൊന്ന് വിറച്ചു. നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പൂർണിമ. അവന്റെ ശബ്ദം വല്ലാതെ ഇടറി. അവൻ അല്പം കൂടി അവളിലേക്ക് ചാഞ്ഞു. അവന്റെ മുഖം അവളുടെ മുഖത്തോട് വളരെ അടുത്തു വന്നു. അവരുടെ ശ്വാസനിശ്വാസങ്ങൾ പരസ്പരം കൂടിക്കലർന്നു. പൂർണിമയ്ക്ക് അവന്റെ ഹൃദയമിടിപ്പ് വേഗത വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൾക്ക് അവന്റെ നെഞ്ചിൽ കൈവച്ച് തള്ളി മാറ്റണമെന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കൈകൾ തളർന്നുപോയി. അവന്റെ ആ സാമീപ്യം, അവന്റെ കണ്ണുകളിലെ തീവ്രമായ പ്രണയം അവളെ തളർത്തി കളയുകയായിരുന്നു. നിന്റെ ഈ കണ്ണുകളിൽ ഞാൻ കാണുന്നത് ദേഷ്യം മാത്രമല്ല പൂർണിമ, എന്നോടുള്ള ഭയമാണ്. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുക മാത്രമേ ചെയ്യൂ, ഒരിക്കലും ഉപദ്രവിക്കില്ല. അവൻ മൃദുവായി പറഞ്ഞു. അവൻ പതുക്കെ കുനിഞ്ഞ് അവളുടെ ഇടത് കവിളിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. വളരെ മെല്ലെ ആർദ്രമായി അവൻ ചുംബിച്ചു. പൂർണിമയുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ അമർന്നു. ഒരു നിമിഷത്തേക്ക് ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. അവൻ ചുണ്ടുകൾ പിൻവലിച്ചെങ്കിലും അവളുടെ മുഖത്തിന് തൊട്ടടുത്ത് തന്നെ നിന്നു. എന്നെ വിശ്വസിക്കാൻ നിനക്ക് സമയം വേണമെങ്കിൽ എടുത്തോ, പക്ഷേ എന്നിൽ നിന്ന് ഓടി അകലാമെന്ന് മാത്രം കരുതരുത്, അവൻ അവളുടെ കാതോരം പതുക്കെ പറഞ്ഞു. ആ സമയത്താണ് മുകളിൽ നിന്നും ആരോ വരുന്ന ശബ്ദം കേട്ടത്. മാധവ് പതുക്കെ അവളിൽ നിന്നും അകന്നു മാറി. പൂർണിമ കിതച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പൂർണിമയുടെ മനസ്സാകെ കലങ്ങി മറിയുകയായിരുന്നു. മാധവിൻ്റെ സ്പർശനവും അവൻ തന്ന ചുംബനവും അവളുടെ മനസ്സിൽ ആവർത്തിച്ചു വന്നുകൊണ്ടിരുന്നു.
അവളോട് കടുത്ത പ്രണയമാണെന്ന് അവകാശപ്പെടുമ്പോഴും അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവളെ കൂടുതൽ കുടുക്കിലാക്കുകയായിരുന്നു. കോളേജ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ വിജനമായ വഴിയിൽ ഒരു പെൺകുട്ടി അവളുടെ മുന്നിൽ വന്നു നിന്നു. മാളവിക, മാധവിന്റെ അനിയത്തി. സ്റ്റൈലിഷായ വസ്ത്രധാരണവും മുഖത്ത് വല്ലാത്തൊരു ഭാവവുമായി അവൾ പൂർണിമയെ നോക്കി. നീയല്ലേ പൂർണിമ? മാളവിക പരിഹാസത്തോട് ചോദിച്ചു. പൂർണിമ നിർവികാരമായി അവളെ നോക്കി. അതെ, എന്താ കാര്യം? നിന്നോടൊരു കാര്യം പറയാൻ വന്നതാണ്. എൻ്റെ ഏട്ടൻ നിന്റെ പുറകെ നടക്കുന്നത് കണ്ട് നീ ഒരുപാട് അഹങ്കരിക്കണ്ട. അവൻ പരമേശ്വരൻ്റെ മകനാണ്. നിന്നെപ്പോലെ സാധാരണക്കാരായ പെൺകുട്ടികളെ അവൻ സീരിയസ് ആയി നോക്കുന്നതാണെന്നാണോ നീ കരുതുന്നത്? ഇതൊക്കെ അവൻ്റെ ഒരു താൽക്കാലിക തോന്നിയാസം മാത്രമാണ്. മാളവിക പല്ലിറുമ്മി. പൂർണിമ ഒന്നും മിണ്ടിയില്ല. രാവിലെ നടന്ന അപകടം കണ്ടില്ലേ? ഇത് നിനക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിവായി പോയിക്കോ, ഇല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നതിന് ഉത്തരവാദി ഞാനായിരിക്കില്ല, മാളവിക ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. സത്യത്തിൽ മാധവ് തന്നോട് സംസാരിക്കാൻ പോയതും തനിക്ക് വേണ്ടി അനിയത്തിയെ വഴക്കു പറഞ്ഞതും മാളവികയിൽ വലിയ പകയുണ്ടാക്കിയിരുന്നു. പൂർണിമ കാരണം സ്വന്തം ഏട്ടൻ തന്നോട് അകലുന്നു എന്ന ഭയമാണ് മാളവികയെ ഇങ്ങനെയൊരു സംസാരത്തിന് പ്രേരിപ്പിച്ചത്. എന്നാൽ മാളവികയുടെ ആ വാക്കുകൾ പൂർണിമയുടെ ഉള്ളിൽ വീണ്ടും വലിയൊരു സംശയത്തിന് തിരികൊളുത്തി. അപ്പോൾ രാവിലെ നടന്ന അപകടം മാധവ് അറിയാതെ ചെയ്തതല്ലേ? അതോ അവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന നാടകമാണോ ഇത്? പൂർണിമയുടെ കണ്ണുകളിൽ വീണ്ടും കത്തുന്ന സങ്കടവും നിരാശയും നിറഞ്ഞു. മാധവിന്റെ ആർദ്രമായ വാക്കുകളും അവന്റെ ചുംബനവുമെല്ലാം തന്നെ വെളിപ്പിക്കപ്പെടാനുള്ള തന്ത്രമാണെന്ന് അവൾ ഉറപ്പിച്ചു. അവളൊന്നും മിണ്ടാതെ മാളവികയെ മറികടന്ന് മുന്നോട്ട് നടന്നു. എന്നാൽ അവളുടെ ഉള്ളിൽ ഒരു അടങ്ങി ഒതുങ്ങാതെ പുകയുന്നുണ്ടായിരുന്നു. പ്രണയത്തിന്റെയും സംശയങ്ങളുടെയും ഈ വലിയ ചുഴിയിൽ താൻ എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ പൂർണിമ കണ്ണീരോടെ തന്റെ വീട്ടിലേക്ക് വഴിയിലൂടെ നടന്നു നീങ്ങി. വീട്ടിലെത്തിയ ശേഷവും മാളവികയുടെ ഭീഷണിയും മാധവിന്റെ പ്രണയവാക്കുകളും പൂർണിമയുടെ മനസ്സിൽ മാറി മാറി പുകഞ്ഞുകൊണ്ടിരുന്നു. തന്നോട് മാധവ് കാണിച്ച ആർദ്രതയും പിന്നീട് അവന്റെ അനിയത്തി നൽകിയ മുന്നറിയിപ്പും തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മയായിരുന്നു. പ്രണയമെന്ന വ്യാജേന തന്നെയും കുടുംബത്തെയും ഈ സമ്പന്ന കുടുംബം കളിപ്പാവയാക്കുകയാണോ എന്ന ചോദ്യം അവളിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി. ഇനിയും മൗനം പാലിച്ചാൽ അത് തന്റെ ആത്മാഭിമാനത്തെ തന്നെ തകർക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. പിറ്റേന്ന് കോളേജിലെത്തിയ പൂർണിമ നേരെ നടന്നത് മാധവിനെ കാണാനായിരുന്നു. ഇനി ഒളിച്ചോട്ടമില്ല, എല്ലാം അവന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചറിയണം. മെയിൻ ബ്ലോക്കിന് പിന്നാലെ തണൽ മരച്ചുവട്ടിൽ കൂട്ടുകാരോടൊപ്പം നിൽക്കുകയായിരുന്നു മാധവ്. ദേഷ്യത്തോടെ തനിക്ക് നേരെ നടന്നു വരുന്ന പൂർണിമയെ കണ്ട് അത്ഭുതപ്പെട്ടു. അവൻ കൂട്ടുകാരെ ഒഴിവാക്കി അവൾക്കടുത്തേക്ക് വന്നു. പൂർണിമ, നീ എന്നെ അന്വേഷിച്ചു വന്നതാണോ? അവന്റെ ശബ്ദത്തിൽ ആശ്വാസവും പ്രതീക്ഷയും കലർന്നിരുന്നു. അതെ മാധവ്, എനിക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകണം. അവൾ വിറയ്ക്കുന്ന ശബ്ദം അടക്കിപ്പിടിച്ച് എങ്കിലും ദൃഢതയോടെ പറഞ്ഞു. നിന്റെ സ്നേഹവും പരിഗണനയും അനുകമ്പയും ഒക്കെ എന്തിനാണെന്ന് എനിക്കിപ്പോൾ നന്നായി മനസ്സിലായി. നിന്റെ അനിയത്തി മാളവിക ഇന്നലെ എന്നെ വന്ന് കണ്ടിരുന്നു. മാധവിന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു. അവന്റെ നെറ്റി ചുളിഞ്ഞു. മാളവികയോ? അവൾ നിന്നോട് എന്തു പറഞ്ഞു? അവൾ എന്നെ ഭീഷണിപ്പെടുത്തി. നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയില്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ്. നിന്റെ ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ എന്നെ വഞ്ചിക്കാനുള്ള നാടകമാണെന്നും അവൾ പറഞ്ഞു. പൂർണിമയുടെ കണ്ണുകളിൽ നിന്നും ദേഷ്യവും സങ്കടവും ഒരുമിച്ചൊഴുകിയിറങ്ങി. നിങ്ങൾ സഹോദരങ്ങൾ രണ്ടുപേരും കൂടി എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു വശത്ത് നീ പ്രണയം നടിച്ചു വരുന്നു, മറുവശത്ത് അവൾ എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു. പൂർണിമയുടെ വാക്കുകൾ കേട്ട് മാധവ് തറച്ചുപോയി. സ്വന്തം അനിയത്തി തനിക്കെതിരെ വീണ്ടും ഇത്തരം ഒരു ചതി ചെയ്തുവെന്ന സത്യം അവനെ പ്രകോപിതനാക്കി. അവനിൽ കടുത്ത ദേഷ്യവും അതിലേറെ വിഷമവും നിറഞ്ഞു. അവൾ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞോ? മാധവ് പല്ലിറുമി. ഇനിയും അഭിനയിക്കരുത് മാധവ്. എന്നെ നിങ്ങളുടെ ഈ കളിക്കളത്തിലേക്ക് വലിച്ചിഴക്കരുത്. എനിക്ക് സമാധാനമായി ജീവിക്കണം. അവൾ തിരിഞ്ഞു നടക്കാനാഞ്ഞു. എന്നാൽ മാധവ് പെട്ടെന്ന് അവളുടെ കൈത്തണ്ടയിൽ ശക്തമായി പിടിച്ചു മുറുക്കി അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവളെ ആ തണൽമരത്തിന്റെ മറവിലേക്ക് ചേർത്ത് നിർത്തി. ഞാൻ അഭിനയിക്കുകയാണെന്ന് നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ പൂർണിമ? അവന്റെ ശബ്ദം കനത്തു. കണ്ണുകളിൽ നിയന്ത്രണമില്ലാതെ പ്രണയവും അമർഷവും നിഴലിച്ചു. വിട് മാധവ്, ആളുകൾ കാണും. അവൾ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. കാണട്ടെ. മാധവ് അവളുടെ 2 കൈകളും പിടിച്ച് അവളുടെ തലയ്ക്ക് മുകളിലായി മരത്തിൽ തടിയിൽ ഉറപ്പിച്ചു നിർത്തി. അവൾക്ക് 1 ഇഞ്ച് പോലും അനങ്ങാൻ കഴിയാത്ത വിധം അവൻ അവളിലേക്ക് അമർന്നു നിന്നു. എൻ്റെ അനിയത്തി ചെയ്ത വിഡ്ഢിത്തരത്തിന് ഞാൻ നിന്റെ മുന്നിൽ തല കുനിച്ചു. പക്ഷേ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം വ്യാജമാണെന്ന് നീ പറയുമ്പോൾ അതെന്നെ കൊല്ലുന്നതിന് തുല്യമാണ് പൂർണിമ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തുളച്ചു കയറുന്നത് പോലെ നോക്കി. അവന്റെ മുഖം അവളുടെ മുഖത്തിന് തൊട്ടടുത്തെത്തി. അവന്റെ കടുത്ത ചൂടുള്ള ശ്വാസം അവളുടെ അധരങ്ങളിൽ വന്നു തട്ടി.
പൂർണിമയുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. അവനെ എതിർക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവൻ്റെ ആ കണ്ണുകളിലെ തീവ്രമായ പ്രണയവും വേദനയും അവളെ തളർത്തിക്കളഞ്ഞു. ഞാൻ ആരാണെന്നും എൻ്റെ മനസ്സിൽ നിന്നോട് എന്താണുള്ളതെന്നും നിനക്ക് ഞാൻ കാണിച്ചു തരാം, മാധവ് വളരെ താഴ്ന്ന പ്രണയാർദ്രമായി സ്വരത്തിൽ പറഞ്ഞു. അവൻ പതുക്കെ കുനിഞ്ഞ് അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ അധരങ്ങൾ ചേർത്തു. അതൊരു ദേഷ്യത്തിൻ്റെ സ്പർശനമായിരുന്നില്ല, മറിച്ച് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര തീവ്രമായതും ആർദ്രമായതുമായ ഒരു ചുംബനമായിരുന്നു. അവൻ്റെ കൈവിരലുകൾ അവളുടെ മുടിയിഴകളിലൂടെ കടന്നുപോയി. ആ നിമിഷത്തിൽ പൂർണിമയുടെ ഉള്ളിലെ എല്ലാ സംശയങ്ങളും ദേഷ്യവും മഞ്ഞിൽ കഷ്ണം പോലെ അലിഞ്ഞു ഇല്ലാതായി. അവൻ തന്നോട് കാണിക്കുന്നത് നാടകമൊന്നുമല്ല, അത്രമേൽ ആഴത്തിലാണ് അവൻ തന്നെ സ്നേഹിക്കുന്നതെന്നും അവളുടെ മനസ്സ് പൂർണിമയും തിരിച്ചറിഞ്ഞു. അവളുടെ കൈകളറിയാതെ അവൻ്റെ ഷർട്ടിൽ പിടിമുറുകി. കുറേ സമയം കഴിഞ്ഞ് അവൻ പതുക്കെ അവളിൽ നിന്ന് വേർപെട്ടു. എങ്കിലും അവളുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി ചേർന്നതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ നിന്നു. ഇരുവരുടെയും ശ്വാസഗതി കൂടിയിരുന്നു. ഇപ്പോഴും ഇത് നാടകമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പൂർണിമ? അവൻ അവളെ മൃദുവായി ചോദിച്ചു. പൂർണിമ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തിരുന്നു. കണ്ണുകളിൽ ദേഷ്യത്തിന് പകരം പ്രണയത്തിൻ്റെ നനവായിരുന്നു. അവളൊന്നും മിണ്ടിയില്ല. പക്ഷേ അവളുടെ മൗനം മാധവിന് വലിയൊരു ഉത്തരമായിരുന്നു. അന്ന് വൈകുന്നേരം മാധവ് മാളവികയെ നേരിട്ടു. പൂർണിമയോട് ഇനി അനാവശ്യമായി പെരുമാറിയാൽ സഹോദരബന്ധം പോലും ഉപേക്ഷിക്കുമെന്ന് അവൻ ദേഷ്യത്തോടെ താക്കീത് നൽകി. ഏട്ടൻ്റെ ഉറച്ച തീരുമാനം കണ്ട മാളവികയ്ക്ക് ഒടുവിൽ പിന്മാറേണ്ടി വന്നു. ദിവസങ്ങൾ കടന്നുപോയി. കോളേജിലെ ആ ഇടനാഴികയിൽ പൂർണിമയും മാധവും പരസ്പരം കാണുമ്പോൾ അവരുടെ കണ്ണുകൾ മിന്നിമറിഞ്ഞു. മുൻപുണ്ടായിരുന്ന അകൽച്ചയോ ഭയമോ ഇപ്പോൾ അവർക്കിടയിലുണ്ടായിരുന്നില്ല. ഒരു വൈകുന്നേരം മഴ പെയ്തു തോർന്ന കോളേജ് ഗ്രൗണ്ടിൻ്റെ വശത്തൂടെ നടക്കുമ്പോൾ മാധവ് അവളുടെ അരികിലേക്ക് വന്നു. അവൻ പതുക്കെ തൻ്റെ കൈവിരലുകൾ അവളുടെ കൈവിരലുകളിലൂടെ കോർത്തു പിടിച്ചു. പൂർണിമ ഇത്തവണ അവൻ്റെ കൈ തട്ടിമാറ്റിയില്ല. പകരം അവൾ അവൻ്റെ കൈകളിലേക്ക് അല്പം കൂടി പിടിമുറുക്കി. അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി. ആ സായാഹ്നത്തിലെ ചെറിയ കുളിരിൽ പ്രണയത്തിൻ്റെ വലിയൊരു തണലിലേക്ക് അവർ രണ്ടുപേരും ഒന്നിച്ച് ചുവടുകൾ വയ്ക്കുകയായിരുന്നു.